നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്ന് കെ സുരേന്ദ്രൻ. തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അന്തർധാരയുള്ളത് യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ്. വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എഡിജിപി എം ആർ അജിത് കുമാർ രാഹുൽ ഗാന്ധിയുമായും സതീഷിനുമായും കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. പൂരം കലക്കിയാൽ എങ്ങനെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും? പുനർജനി തട്ടിപ്പിൽ വി ഡി സതീഷിനെതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും സുരേന്ദ്രൻ ചോദിച്ചു. പാലക്കാട് നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്തു. 2 പേർ പിടിയിൽ. പാലക്കാട് പട്ടാമ്പിയിൽ ആനക്കൊമ്പുകളുമായി 2 പേർ വനംവകുപ്പിന്റെ പിടിയിൽ. നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരിൽ നിന്നും 6 ആനക്കൊമ്പുകൾ പിടികൂടി. പട്ടാമ്പി വടക്കുമുറി സ്വദേശി കൊള്ളിത്തൊടി രത്നകുമാർ, പട്ടാമ്പി മഞ്ഞുളുങ്ങൽ സ്വദേശി ബിജു എന്നിവരാണ് വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘം പിടികൂടിയത്. പട്ടാമ്പിയിലെ ബാറിൽ നിന്ന് ആനക്കൊമ്പ് കൈമാറുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുകയും അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് സംഘത്തിന്റെ രീതിയെന്നാണ് സംശയം. എന്നാൽ ആരാണ് നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് ഇവർക്ക് നൽകിയതെന്ന് വ്യക്തമല്ല. ഇക്കാര്യം ചോദ്യം ചെയ്തു വരികയാണെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. കോഴിക്കോട് വീണ്ടും മഞ്ഞപ്പിത്തം. ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത് 42 പേർക്ക്. മഞ്ഞപ്പിത്തം കൊമ്മേരിയിൽ 3 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരാഴ്ചക്കിടെ ഇവിടെ 42 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇവരിൽ 10 പേർ ആശുപത്രി വിട്ടു. 32 പേർ ചികിത്സയിൽ തുടരുകയാണ്. കൊമ്മേരിയിൽ ഇന്നലെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ 122 പേർ പങ്കെടുത്തു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം. ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും പിടിച്ചത് 10 കിലോ കഞ്ചാവ്. ടൂറിസ്റ്റ് ബസ്സിൽ കടത്തിയ കഞ്ചാവ് പെരുമ്പാവൂരിൽ നിന്നും പിടികൂടി. ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ഇതര സംസ്ഥാനക്കാരുമായി വന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് കഞ്ചാവ് ഒളിപ്പിച്ച് കടത്തിയത്. പെരുമ്പാവൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ 10 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ചാണ് വാഹനം പിടികൂടിയത്. സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വാഹനത്തിന്റെ ഡ്രൈവറെയും സഹായിയെയും ചോദ്യം ചെയ്തു വരികയാണ്. റേഷൻ കടകളിൽ നാളെ മുതൽ ഓണക്കിറ്റ്. സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും.